എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കമ്പനി ബോർഡ് LGSന്റെ ഫിസിക്സിലെ പുതിയ SCRTയിലെ ചാപ്റ്റേഴ്സ് ആണ്. ഇവിടെ ഫിസിക്സിൽ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 9ാം ക്ലാസ്സിലെ പ്രവൃത്തിയും ഊർജവും എന്ന ചാപ്റ്റർ ഉണ്ട്. അതുപോലെ 5ാം ക്ലാസ്സിലെ ഊർജ സ്രോതസ്സുകൾ, അതുപോലെ താപം നിത്യജീവിതത്തിൽ. പിന്നെ 8ാം ക്ലാസ്സിലെ ചലനവും ബലവും, അതുപോലെ 8ാം ക്ലാസ്സിലെ മർദ്ദം, 9ാം ക്ലാസ്സിലെ പ്ലവക്ഷമ ബലം, അതുപോലെ ചലനം നിത്യജീവിതത്തിൽ, അത് 6ാം ക്ലാസ്സിലെയാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ചലന സമവാക്യങ്ങളുണ്ട്, അതുപോലെ 9ാം ക്ലാസ്സിലെ ചലന നിയമങ്ങൾ, അതുപോലെ ഗുരുത്വാകർഷണം. ഇതൊക്കെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും വരുന്നുണ്ട്. അതിൽ വരുന്ന ടോപ്പിക്സും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പ്രകാശത്തെക്കുറിച്ച്, അത് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. പ്രകാശം അതിലാണ് പറയുന്നത്. അതുപോലെ ഗോളീയ ദർപ്പണങ്ങളിലും പറയുന്നുണ്ട്. പിന്നെ 9ാം ക്ലാസ്സിലെ പ്രകാശത്തിൻ്റെ അപവർത്തനം, പിന്നെ 9ാം ക്ലാസ്സിലെ ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതുപോലെ ശബ്ദതരംഗങ്ങൾ, അത് 3 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പുതിയ SCRT തന്നെയാണ്. ശബ്ദതരംഗങ്ങളുണ്ട്, ലെൻസുണ്ട്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം അതുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ കയ്യെത്തും ദൂരത്തെ ആകാശം, അതുപോലെ ആകാശ വിസ്മയം, ഇത് രണ്ടും സൗരയൂഥത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പം നമുക്ക് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആദ്യം നോക്കിയിട്ട് അങ്ങനെ പോവാം. ആ ഓർഡറിൽ പോവാം. PSC ചോദിച്ച ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ചോദിച്ചിരിക്കുന്ന SCRTയിലെ ചാപ്റ്റർ ആദ്യം നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് SCRTയിലെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ബോക്സിൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. കോണളവുകളും പ്രതിബിംബങ്ങളുടെ എണ്ണവും. കോണളവ് X ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360/x-1. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ കോണളവെന്ന് പറയുന്നത് 60 X ഇവിടെ 60. അപ്പം നമുക്ക് 360/60. X ഇവിടെ 60 അല്ലേ, അപ്പം -1. ഇപ്പം ഈ 0 ക്യാൻസൽ ചെയ്യപ്പം 6 കിട്ടുമ്പോൾ 6 വരും. അപ്പം 6 - 1 എന്ന് പറയുന്നത് 5. അപ്പം നമ്മുടെ ആൻസർ 5 ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. 360/x-1 ആണ് ഇക്വേഷൻ. അപ്പം നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിക്കണം. 360/x-1 ആണ് ഇക്വേഷൻ. ഇവിടെ X നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 60. അപ്പം 360/60 -1. 360/60 ക്യാൻസൽ ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പം 6 - 1 എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഈ സെയിം ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിച്ചു. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. 3 തന്നിട്ടുണ്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം. നമുക്ക് കോണളവാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. 360/x-1 ഇതെന്ന് പറയുന്നതാണ് 3 തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ -1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. -1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും +1 എന്നാവും. അപ്പം 3 + 1 എന്നാവും. ഇവിടെ -1 അല്ലേ, അപ്പം അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ +1 ആവും. അപ്പം അങ്ങനെ 360 എന്ന് പറയുന്നത്. അപ്പം 3 + 1 4. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x എന്ന് വരും. അപ്പം നമുക്ക് X കണ്ടുപിടിക്കാം. 360/4 എന്ന് പറയുന്നതാണ് നമുക്ക് കോണളം എന്ന് പറയുന്നത്. എത്രയാണ്? 90 എന്ന് കിട്ടും. 9 × 4 അല്ലേ, 36. അപ്പം 90. അപ്പം നമ്മുടെ ആൻസർ 90 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കണം. 360/x-1 ആണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കിവിടെ പ്രതിബിംബത്തിൻ്റെ എണ്ണമാണ് തന്നത്. അപ്പം നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അതുകൂടെ നോക്കിയിട്ട് പോവാം.
സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതെന്നൊക്കെയാണ് ചാപ്റ്ററിൽ ബോക്സിൽ കൊടുത്തൊരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് സമതല ദർപ്പണത്തിലെ പ്രതിബിംബങ്ങളുടെ പ്രത്യേകതയാണ് പറയുന്നത്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അതാണ് ഇവിടെ തന്നിട്ടുണ്ട്. ദർപ്പണത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തുല്യമാണ്. ഇത് ശരിയാണ്. അതുപോലെ തന്നെ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ പഠിക്കണം. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അതുപോലെ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. നമുക്കിനി ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുതിയ SCERT-ലെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ. നമുക്ക് നോക്കാം. ഇവിടെ സുതാര്യ വസ്തുക്കളെക്കുറിച്ചും അതാര്യ വസ്തുവിനെക്കുറിച്ചും അർദ്ധധാര്യ വസ്തുവിനെ പറ്റിയാണ് ബോക്സിൽ പറയുന്നത്. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. അടുത്തത് അർദ്ധധാര്യ വസ്തുക്കൾ എന്തെന്നാണ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അതുപോലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. അതിന് എക്സാമ്പിളാണ് ജനൽ ചില്ലും അതുപോലെ ചില്ല് ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്ന ശുദ്ധജലം ഒക്കെ. അതുപോലെ അടുത്തത് അർദ്ധധാര്യ വസ്തുക്കളാണ്. അത് പ്രകാശം ഭാഗികമായി മാത്രമേ കടത്തിവിടത്തുള്ളൂ. അതിന് എക്സാമ്പിള് എണ്ണ പുരട്ടിയ പേപ്പർ, ബട്ടർ പേപ്പർ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്തത് അധാര്യ വസ്തുക്കളാണ്. അധാര്യ വസ്തുക്കൾ പ്രകാശം കടത്തിവിടത്തില്ല. അതിന് എക്സാമ്പിള് മരക്കട്ട, മാർബിള്, അതൊക്കെയാണ് അധാര്യ വസ്തുക്കൾക്ക് എക്സാമ്പിള്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. PSC ഈ ബോക്സിലൊക്കെ കൊടുത്തേക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അധിക വായനയ്ക്കെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ബുക്കിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. ദി ഇൻവിസിബിൾ മാൻ, അദൃശ്യനായ മനുഷ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അദൃശ്യനായ മനുഷ്യൻ എഴുതിയത് ആരാന്ന് ചോദിക്കും. H.G. വെൽസിൻ്റെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ നോവലാണ് ദി ഇൻവിസിബിൾ മാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഇൻവിസിബിൾ മാൻ ആരുടെ ബുക്കാണ്? H.G. വെൽസിന്റെ ബുക്കാണ്. അത് ആരാ എഴുതിയെന്ന് പഠിക്കുക. ദി ഇൻവിസിബിൾ മാൻ H.G. വെൽസിന്റെയാണ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ പ്രകാശത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. റിഫ്ലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. പ്രകാശം ഒരു വസ്തുവിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായിട്ട് പ്രതിപതിക്കുന്നുണ്ട്. ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിപതിക്കുന്ന വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ മിനുസമുള്ള വസ്തുക്കളാണ് പ്രകാശം ചുമരിലേക്ക് നന്നായിട്ട് പ്രതിപതിക്കുന്നത്. അതുപോലെ പരിപരുത്ത വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിക്കുന്നത് കുറവാണ്. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ചുമരിലേക്ക് നന്നായിട്ട് പ്രതിപതിപ്പിക്കുന്നുണ്ട്. അതുപോലെ പരിപരുത്ത പ്രതലമുള്ള വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിപ്പിക്കുന്നത് കുറവാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവുമാണ്. റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനും. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ
ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. അതുപോലെ പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ദർപ്പണങ്ങൾ എന്താണ്? പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മിനുസമുള്ള പ്രതലത്തില് പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്നുണ്ട്. മിനുസമുള്ള പ്രതലത്തിൽ ക്രമമായി പ്രതിപദിക്കുന്നുണ്ട്. മിനുസമില്ലാത്തതില് ക്രമരഹിതമായിട്ടാണ് പ്രതിപദിക്കുന്നത്. പിക്ചറിൽ കാണാൻ പറ്റും. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ഇവിടെ പതനരശ്മി എന്താണെന്നും പ്രതിപതനരശ്മി എന്താണെന്നും പതനകോൺ എന്താണെന്നും പ്രതിപതന കോൺ എന്താണെന്നും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു സമതല ദർപ്പണത്തിലെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ വന്ന് പതിക്കുന്ന രശ്മിയാണ് പതനരശ്മി. അതുപോലെ പ്രതിഫലിച്ച് പോകുന്നതാണ് പ്രതിപതന രശ്മി. അതുപോലെ തന്നെ പതനകോൺ എന്ന് പറയുന്നത് പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ ഉണ്ടാകുന്ന കോണാണ് പതനകോൺ. അതുപോലെ പ്രതിപതന കോൺ എന്ന് പറയുന്നത് പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിൽ ഉണ്ടാക്കുന്ന കോണാണ് പ്രതിപതന കോൺ. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. അതുപോലെ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പ്രതിപതന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിപതന നിയമങ്ങൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് PSC. പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. അതുപോലെ പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. എന്താണ്? പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. ഇത് രണ്ടും പഠിക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഇതാണ് പ്രതിപതന നിയമങ്ങൾ. അടുത്തത് നമ്മൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സമതല ദർപ്പണത്തെക്കുറിച്ചാണ്. സമതല ദർപ്പണവും പ്രതിബിംബത്തെക്കുറിച്ചാണ്. നമ്മുടെ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി ഓർത്താൽ മതി. ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി സമതല ദർപ്പണമാണ്. സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ പറയുന്നുണ്ട് പാർഷിക വിപരീയം. സമതല ദർപ്പണത്തിന്റെ ആദ്യത്തെ ഒരു പ്രത്യേകതയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർഷിക വിപരീയം. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി കൊടുത്തു വെച്ചാൽ മതി. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും അതുപോലെ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായി കാണുന്നു. ഇതിനെയാണ് പാർഷിക വിപരീയം എന്ന് പറയുന്നത്. പാർഷിക വിപരീയം. അടുത്ത പ്രത്യേകതയാണ്. ഈ പ്രത്യേകത എല്ലാം പഠിച്ചു വെക്കണം. പ്രതിബിംബത്തിന് പാർഷിക വിപരീയം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ സെയിം വലിപ്പമല്ലേ കാണിക്കുന്നത്. അത് കണ്ണാടി ഓർത്തു വെച്ചാൽ മതി. നമുക്ക് സമതല ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പ്രതിബിംബങ്ങളെ എണ്ണം കണ്ടുപിടിക്കുന്ന നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. കോണളവ് X ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 360/x-1. ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കണം. നമ്മളത് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ആവർത്തന പ്രതിപതനം എന്തെന്നാണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങൾക്കിടയിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആവർത്തന പ്രതിപതനം എന്ന് വെച്ചാൽ പ്രതിപതന പ്രതലങ്ങൾക്കിടയിൽ അങ്ങോട്ടും
ഇങ്ങോട്ടും പ്രകാശം ഒന്നിലധികം തവണ പ്രതിഫലിക്കുന്നതാണ് ആവർത്തന പ്രതിബിംബം. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അഭിമുഖമായി വെച്ച 2 ദർപ്പണങ്ങൾക്കിടയിൽ മെഴുകുതിരി വെച്ചാൽ അനേകം പ്രതിബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാർബർ ഷോപ്പിൽ ആവർത്തന പ്രതിബിംബം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇനി അടുത്തത് കാലിഡോസ്കോപ്പ് തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചയ്ക്ക് കാരണം ആവർത്തന പ്രതിപതനമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അടുത്ത ചാപ്റ്റർ നോക്കാം. ഒരു വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. അത് ശരിയാണ്. അടുത്തത്, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അതും ശരിയാണ്. അടുത്ത ഓപ്ഷൻ, അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അതും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. നമുക്കിനി ഇത് ചോദിച്ച SCRT ചാപ്റ്റർ നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് പുതിയ SCRT 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം ഇതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബോക്സിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. അതുപോലെ സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC ചോദിച്ചു, ഇനിയും ചോദിക്കും. നമുക്കിനി ഈ ചാപ്റ്ററിലെ PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഇവിടെ വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, അതുപോലെ സോളാർ സെല്ല് തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വൈദ്യുത സ്രോതസ്സുകളാണ് ഇവിടെ പറയുന്നത്. വൈദ്യുത സെല്ലുണ്ട്, ജനറേറ്റർ, സോളാർ സെല്ല്, ഇവയൊക്കെ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ്. അതിനെയാണ് വൈദ്യുത സ്രോതസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ല്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പറയുന്നത്, ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ല് പ്രവർത്തനരഹിതമായ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാന്ന് നോട്ട് ചെയ്ത് വെക്കണം. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ല് ഡ്രൈ സെല്ലാണ്. ഡ്രൈ സെല്ല് റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകളാണ് ക്ലോക്കിൽ ഉപയോഗിക്കുന്നത്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലാണ് അത് റീചാർജ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ലിഥിയം അയോൺ സെല്ല്. മൊബൈൽ ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല് ലിഥിയം അയോൺ സെല്ലാണ്. അത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലാണ്. പക്ഷേ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലാണ്. അത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ സെല്ലാണ്. അത് നമ്മുടെ ഫോൺ നമുക്ക് ചാർജ് ചെയ്തെടുക്കാമല്ലോ. അത് ഓർത്ത് വെച്ചാൽ മതി. ഏത് സെല്ലാണ് ഉപയോഗിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കണം. ക്ലോക്കിൽ ഡ്രൈ സെല്ല്, അതുപോലെ മൊബൈൽ ഫോണിൽ ലിഥിയം അയോൺ സെല്ലാണ്. വൈദ്യുതിയുടെ ഒരു ലഘു ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരു തരം മരക്കറ ഉറച്ചുണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളി ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുവെന്ന് പുരാതന ഗ്രീസുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേകകാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. ജസ്റ്റ് വായിച്ചു വെക്കുക. ഇവിടെ ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ രാസോർജം ആദ്യം വൈദ്യുതോർജവും പിന്നീട് പ്രകാശോർജമായി മാറുന്നു. ഇതാണ് ബൾബുകൾ എന്ന് പറയുന്നത്. വെളിച്ചം ലഭിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ബൾബുകൾ. ഉദാഹരണം ഫിലമെന്റ് ബൾബ്,
കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, അതായത് CFL, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ ഊർജം കുറച്ച് മതി CFLന്. CFLനേക്കാൾ കുറഞ്ഞ ഊർജം മതി LED ബൾബുകൾക്ക്. പക്ഷേ LED ലൈറ്റുകളിൽ വിഷരാസവസ്തുക്കൾ ഇല്ല. 100% പുനരുപയോഗിക്കുന്നവയാണ് LED ബൾബുകൾ. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തെയാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഫിലമെന്റ് ബൾബിൻ്റെയും CFLൻ്റെ LED ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി വൈദ്യുത സർക്യൂട്ട് എന്തെന്നാണ്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു വൈദ്യുത സർക്യൂട്ടില് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, അതുപോലെ ഒരു വൈദ്യുത ഉപകരണം. ഇതാണ് എക്സാമിന് ചോദിച്ചത്. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടായിരിക്കും. അതുപോലെ സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടായിരിക്കും. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ. അടുത്തത് ഇവിടെ സ്വിച്ചിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. എന്താണ് സ്വിച്ച്? ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാവുന്നു. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാവുന്നു. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വിവിധ തരം സ്വിച്ചുകളെ പറ്റി പറയുന്നത്. സാധാരണ സ്വിച്ച്, 2-വേ സ്വിച്ച്, അതുപോലെ ബെല്ലിൻ്റെ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, അതുപോലെ മെയിൻ സ്വിച്ച്, ഇവയൊക്കെ. അടുത്ത ഇവിടെ പറയുന്നത് ചാലകങ്ങളും ഇൻസുലേറ്ററുകളെ കുറിച്ചാണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങളും, അതുപോലെ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുതി ചാലകങ്ങളാണ്. വൈദ്യുത ചാലകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം. അതുപോലെ ഉണങ്ങിയ മരക്കഷണം, അതുപോലെ കടലാസ്, പ്ലാസ്റ്റിക്, തുണി, ഇവ ഇൻസുലേറ്ററുകളാണ്. ഏതൊക്കെയാണ് ഇൻസുലേറ്റർ? മരക്കഷണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി, ഇവയൊക്കെ. അടുത്ത ഇവിടെ ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭവും ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന സന്ദർഭവും പറഞ്ഞിട്ടുണ്ട്. ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പിയിലുണ്ട്. അതുപോലെ ശരീരത്തിന്റെ ഊഷ്മാവ് പരിശോധിക്കുന്നതിനുള്ള തെർമോമീറ്ററിലുണ്ട്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന മെർക്കുറി, അതുപോലെ ഭക്ഷണം സംഭരിക്കുന്നതിനുള്ള ഫോയിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അലുമിനിയത്തിൽ, വാഹനങ്ങളിലെ എൻജിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പ്, ഇതിലൊക്കെയാണ് ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. ഇനി ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന സന്ദർഭം ചെമ്പ് കമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്, അതുപോലെ പ്ലഗുകളിലെ പ്ലാസ്റ്റിക് കേസുകൾ, ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കോട്ടുള്ള എസ്റ്റർ, അതുപോലെ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റങ്ങളിലെയും ഇലക്ട്രിക്കൽ വീട്ടുപകരണങ്ങളിലെയും ഗ്ലാസ് ഇൻസുലേറ്ററിലൊക്കെയാണ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇനി അടുത്തത് ലോഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. PYQ മെർക്കുറി ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ്. റിപ്പീറ്റഡ് PYQ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിവിടെ പഠിക്കുന്നത് എല്ലാ ലോഹങ്ങളും സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മെർക്കുറി മാത്രം ദ്രാവകാവസ്ഥയിലാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന
ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇലക്ട്രിക് ലൈനുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ലൈനിൽ ഉപയോഗിക്കുന്നത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അലുമിനിയാണ് കേട്ടോ, അലുമിനിയാണ് ഉപയോഗിക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. അടുത്ത നമുക്ക് വൈദ്യുതി ഷോക്ക് ഏൽക്കത്തിനെ കുറിച്ച് ഒരു ബോക്സ് പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. അതുകൊണ്ട് പൊട്ടിയ വൈദ്യുത ലൈനിലോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ നമ്മുടെ ശരീരവുമായിട്ട് സമ്പർക്കത്തിലെത്തുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കും. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കും. അതുപോലെ തന്നെ വൈദ്യുത ആഘാതം മൂലം ഉണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതം വരുന്നതുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പം വൈദ്യുതാഘാതം മൂലം മരണത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. അതൊന്ന് നോട്ട് ചെയ്തു. അടുത്ത ഇവിടെ മിന്നലും വൈദ്യുതി, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്ത മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതിനാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായിരുന്നാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ജസ്റ്റ് വായിച്ചു വെക്കോ. ഇവിടെ ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ ഉടനടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായിട്ട് അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് PSC ആയതുകൊണ്ട് ചോദിക്കും. PSC ആയതുകൊണ്ട് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നിന്ന് വായിച്ചു വെക്കുക, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അടുത്തത് ജനറേറ്ററാണ്. ജനറേറ്ററിലെ ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് വൈദ്യുത തടസ്സം ഉണ്ടാകുമ്പോഴാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ജനറേറ്റർ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്ററിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നത്. ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായിട്ടും മാറുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജവും പിന്നീട് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമാകും, അതിനുശേഷമാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. ഇവിടെ ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്റർ പ്രവർത്തിക്കുന്നെന്നാണ് പറയുന്നത്. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനുകളിലേക്ക് വീട്ടുമ്പോൾ ടർബൈൻ തിരിയുമ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. ജസ്റ്റ് വായിച്ചു വെക്കുക. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അപവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപവർത്തനമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരെന്താണെന്നാണ്. അതും അപവർത്തനമാണ്. ഇത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം എന്താണ്? അപവർത്തനമാണ്. നമുക്കിനി അപവർത്തനം എന്ന ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ പുതിയ SCRTയിലെ ആദ്യത്തെ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്
പ്രകാശത്തിന്റെ അപവർത്തനം. ഇവിടെ പറയുന്നത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിലൂടെ ആണെങ്കിൽ അതിന്റെ പ്രകാശത്തിന്റെ പാത നേർരേഖയിലായിരിക്കും. പക്ഷേ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, ഇവിടെ ഈ പിക്ചറിലുണ്ട്, നമ്മൾ വായുവിൽ നിന്ന് വെള്ളത്തിലോട്ടാണ് പോകുന്നത്, ചരിഞ്ഞ് പതിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത്. ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. പക്ഷേ ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ലംബമായിട്ട് പതിക്കുവാണെങ്കിൽ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കില്ല. അതാണ് ഈ പിക്ചറിൽ പറയുന്നത്. ലംബമായിട്ട് പതിക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കില്ല. പക്ഷേ ഈ പിക്ചറിൽ കാണിച്ചിരുന്ന എന്താണ്, പ്രകാശം ഇതിൽ ചരിഞ്ഞാണ് പതിക്കുന്നത്. അപ്പോഴാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു കിടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. ഇതിന്റെ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാറിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് മിനുസമുള്ള പ്രതലത്തിൽ നിന്ന് പരിപരുത്ത പ്രതലത്തിലേക്ക് കാറ് സഞ്ചരിക്കുമ്പോൾ അതിന്റെ ചലനവേഗവും ദിശയ്ക്കും മാറ്റം വരുന്നുണ്ട്. വേഗത കുറയും, അതുപോലെ ദിശയും മാറും. അതായത് ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിന്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. എന്താണ്? കാറിന്റെ വേഗത്തിലുള്ള വ്യത്യാസമാണ് അതിന്റെ ദിശാവ്യതിയാനത്തിൽ കാണും. വേഗത കുറയുമ്പോഴാണ് അതിന്റെ ദിശ മാറുന്നത്. അതുപോലെ തന്നെയാണ് പ്രകാശത്തിന്റെ കേസും. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം വ്യത്യസ്തമാണ്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. എല്ലാ മാധ്യമത്തിനും സെയിം വേഗതയല്ല, പ്രകാശവേഗം സെയിം അല്ല. അതാണ് ഇവിടെ കാരണം എന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെ പ്രകാശവേഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വായുവിന്റെ പ്രകാശവേഗം എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അതുപോലെ ജലത്തില് പ്രകാശത്തിന്റെ വേഗം 2.25 × 10⁸ ആണ്. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ 2 × 10⁸ എന്നാണ്. 2 × 10⁸ ആണ്. അതുപോലെ വജ്രത്തിൽ 1.25 × 10⁸. നിങ്ങളിത് പ്രകാശവേഗം കാണാതെ പഠിക്കണം. കാരണം PSC ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ പ്രകാശവേഗതയുടെ ദിശയ്ക്ക് വ്യത്യാസം വരുന്നത്. ആ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം അതാണ്. പ്രകാശവേഗം മാധ്യമത്തിലെല്ലാം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. അടുത്തതെന്ന് പറയുന്നത് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗതയെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവ്. അതാണ് മാധ്യമത്തിന്റെ പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ സാന്ദ്രത അതിവിടെ പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യസ്തപ്പെടാൻ കാരണമാണ് പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശവേഗം വ്യത്യസ്തപ്പെടാനുള്ള കാരണം എന്താണ്? അതിൻ്റെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ സാന്ദ്രത കൂടുതലാണെങ്കിൽ വേഗത കുറവായിരിക്കും. അങ്ങനെയാണ്. അതുപോലെ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിൽ പ്രകാശവേഗം കൂടുതലായിരിക്കും. അതിവിടെ നമുക്ക് PSC ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ പ്രകാശ സാന്ദ്രത കൂടി വരുന്ന ക്രമം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വജ്രത്തിനാണ്, പിന്നെ വരുന്നത് ഏതിനാണ്? ഗ്ലാസിനാണ്, പിന്നെ വാട്ടറിനാണ്. അതുപോലെ ഏറ്റവും കുറവ് ഏതിനാണ്? വായുവിനാണ്. കാരണം ഇവിടെ പ്രകാശവേഗം ഏറ്റവും കൂടുതൽ ആർക്കാണ്? വായുവിനാണ്. അപ്പം പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് വായുവിനായിരിക്കും. അപ്പം ആ ഓർഡർ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. അതിനൊരു കോഡുണ്ട്. ഐവ ഗ്ലാമർ ദിയ എന്നോർത്താൽ മതി. ഐവ ഗ്ലാമർ ദിയ. എ എന്ന് പറയുന്നത് എയറായിട്ട്, അതുപോലെ WA എന്ന് പറഞ്ഞ വാട്ടറിൻ്റെ,
ഗ്ലാസ് ഗ്ലാമറാക്കി, അതുപോലെ ഡയമണ്ടിൻ്റെ ദിയാന്ന് നോക്കി. അപ്പം നിങ്ങൾ ഈ ഓർഡർ വെച്ച് ഓർഡർ പഠിക്കുക. അപ്പം നമുക്കിവിടെ ഇതിങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഓർഡറിൽ എഴുതാൻ പറ്റും. ആദ്യം എയർ ആണ് വരുന്നത്, അത് കഴിഞ്ഞ് വാട്ടർ, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. ഇപ്പം നിങ്ങൾ ഈ കോഡ് വെച്ച് ഓർത്ത് വെക്കണം. PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രകാശവേഗവും ചോദിച്ചിട്ടുണ്ട്. പ്രകാശവേഗം ഏറ്റവും കൂടുതലുള്ളതിന് കുറവായിരിക്കും. കാരണം വായുവിനാണ് സാന്ദ്രത ഏറ്റവും കുറവ്. കാരണം വായുവിനാണ് ഇവിടെ പ്രകാശവേഗം കൂടുതലുള്ളത്. അപ്പം വജ്രത്തിന് പറയുന്ന പ്രകാശവേഗം 1.25 ആണ്, ഏറ്റവും കുറവ് അതിനാണ്. അപ്പോൾ അതിനായിരിക്കും പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകൂടെ പറയാം, വിവിധ മാധ്യമങ്ങളിലെ പ്രകാശവേഗം വ്യത്യസ്തപ്പെടാനുള്ള കാരണം എന്താണ്? പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് നമ്മൾ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലാണെങ്കിൽ പ്രകാശവേഗം കുറവായിരിക്കും. സാന്ദ്രത കൂടുമ്പോൾ അവിടെ വേഗത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമില്ല. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അപവർത്തനം എന്തെന്നാണ് പഠിക്കുന്നത്. ഇവിടെ നാരങ്ങ വെള്ളത്തിൽ ഒരു സ്ട്രോ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒടിഞ്ഞതായിട്ടാണ് കാണുന്നത്, അല്ലേ? സ്ട്രോ ഒടിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. PSC ഡെഫിനിഷൻ തന്നിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, പ്രകാശം ചരിഞ്ഞ് തന്നെ പ്രവേശിക്കണം, അല്ലെങ്കിൽ അവിടെ അപവർത്തനം നടക്കില്ല. ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ പറയുന്നതാണ് അപവർത്തനം എന്ന്. പ്രകാശത്തിൻ്റെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ അതിൻ്റെ പ്രകാശ സാന്ദ്രതയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്താണ്? പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപവർത്തനം നടക്കണമെങ്കിൽ പ്രകാശ സാന്ദ്രതയെ ആശ്രയിച്ചാണ്. പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ അപവർത്തന അംഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രകാശിക സാന്ദ്രത അപവർത്തനാങ്കമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലങ്ങളിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലെ പ്രകാശിക സാന്ദ്രത ആരെ ആശ്രയിച്ചാണ്? അപവർത്തനാങ്കത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി അപവർത്തനാങ്കം എന്തുവെന്ന് നോക്കാം. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് നമ്മൾ അപവർത്തനാങ്കം എന്ന് പറയുന്നത്. എന്താണ്? ശൂന്യതയിലെ വേഗവും, പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും അതുപോലെ മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം നമ്മൾ c എന്നും അതുപോലെ മാധ്യമത്തിലൂടെയുള്ള വേഗം v എന്നും സൂചിപ്പിച്ചാൽ നമുക്ക് അപവർത്തനാങ്കം n എന്ന് പറയുന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം v. അതായത് n = c/v. ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. n = c/v. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. വായുവാണ് മാധ്യമം. അവിടെ പ്രകാശവേഗം എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അപവർത്തനാങ്കം കണ്ടുപിടിക്കുന്നത് ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ വേഗവും 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ചെയ്യാം നമുക്ക്. 3 അതായത് ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ വേഗം എല്ലാം സെയിം ആയിട്ടാണല്ലോ. അപ്പം മുകളിൽ വരുന്നത് എല്ലാത്തിൻ്റെയും 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ വരുന്നതാണ് മാറി വരുന്നത്. ഗ്ലാസിൻ്റെ വരുമ്പോൾ 2 × 10⁸ മീറ്റർ/സെക്കൻഡ് വരും. അതുപോലെ ജലത്തിൻ്റെ വരുമ്പോൾ 2.25 അങ്ങനെ. അപവർത്തനാങ്കം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
ഇവിടെ പറയുന്നുണ്ട് പ്രകാശവേഗം അപവർത്തനാങ്കമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ അവിടെ പ്രകാശവേഗം കുറവായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടെന്ന് മനസ്സിലായി. അതാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി എന്ന് പറയുന്നത്. ഇവിടെ പതനരശ്മി ഏതാണ്? ഇതാണ് പതനരശ്മി. അതുപോലെ അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയാണ് അപവർത്തന രശ്മി. ഇതാണ് അപവർത്തന രശ്മി. അതുപോലെ അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ. അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുണ്ടാകുന്ന കോണളവാണ് അപവർത്തന കോൺ. ഇതാണ് അപവർത്തന കോൺ. ഇതാണ് ലംബം. ഇതിനും അപവർത്തന രശ്മിക്കും ഇടയിലുണ്ടാകുന്ന കോണാണ് അപവർത്തന കോൺ. അടുത്തത് ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം അതുപോലെ എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും. അടുത്തത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുവാണ്. അതായത് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിക്ചറിൽ നോക്കാം. ഇവിടെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് വരുമ്പോൾ വായുവിന് സാന്ദ്രത കുറവല്ലേ, വായുവിനേക്കാൾ സാന്ദ്രതയുള്ളത് ജലത്തിനാണ്. അപ്പം അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുവാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് അടുക്കുവാണ് ചെയ്യുന്നത്. അതുപോലെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന്, അതുപോലെ തിരിച്ചാണ്, കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുവാണ് ചെയ്യുന്നത്. ഗ്ലാസ് സ്ലാബിൻ്റെ കേസ് നോക്കുക നിങ്ങൾ. ഇത് നമ്മൾ ഇവിടുന്ന് ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോകും. അതായത് സാന്ദ്രത കൂടുതൽ ഗ്ലാസ്സിനുള്ള. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ദേ നോക്കുക, അപവർത്തന രശ്മി അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലും. എന്നാൽ കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ അടുക്കുവാണ് ചെയ്യുന്നത്. തിരിച്ചാവുമ്പോൾ അപവർത്തന രശ്മിയുടെ അകലുകയാണ് ചെയ്യുന്നത്. ഇത് നോട്ട് ചെയ്ത് നോക്കുക. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. അത് നോട്ട് ചെയ്ത് നോക്കണം, ചോദിക്കും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലംബമായിട്ട് പതിക്കുമ്പോൾ, പ്രകാശരശ്മി ലംബമായിട്ട് പതിക്കുമ്പോൾ അവിടെ അപവർത്തനം നടക്കത്തില്ല, അപവർത്തനം അവിടെ സംഭവിക്കത്തില്ല. അതുപോലെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുവാണ് ചെയ്യുന്നത്. അതുപോലെ മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് പ്രകാശരശ്മി ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അവിടെ അപവർത്തനം സംഭവിക്കത്തില്ല. ഇവിടെ ഇനിയും പറയുന്നത് അപവർത്തനം ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ. അപവർത്തനവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ട്രഫിലെ വെള്ളത്തിനരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്തു നിന്ന് നോക്കിയെടുക്കാൻ ശ്രമിക്കുക. പക്ഷേ നാണയം എളുപ്പത്തിലെടുക്കാൻ കഴിയില്ല. അതിന് കാരണം അപവർത്തനമാണ്. അതുപോലെ ഒരു ജലാശയത്തിൻ്റെ അടുത്തിട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അടുത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ തോന്നും. അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തു നിന്ന് നോക്കുന്നതിനേക്കാൾ കുറച്ച് ഉയർന്ന് കാണും. ഇതിന് കാരണം
നമ്മുടെ മിക്ക തോന്നലുകൾക്കും കാരണം അപവർത്തനമാണ്. അതുപോലെ അമ്പെയ്തി മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പ് ചെയ്യുന്നത്. ഇതിനൊക്കെ കാരണം അപവർത്തനമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വയ്ക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. ഈ എക്സാമ്പിൾ എല്ലാം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നെ സ്റ്റേറ്റ്മെൻ്റായിട്ട് PSC ചോദിക്കും. അതുപോലെ തന്നെ ജലത്തിൽ ഇടിക്കുന്ന സ്ട്രോ ഓടിഞ്ഞതായിട്ട് കാണുന്നു. ഇതൊക്കെ അപവർത്തനത്തിന് എക്സാമ്പിളാണ്. അടുത്തത് അന്തരീക്ഷത്തിലെ അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും. ഇതൊക്കെ അപവർത്തനത്തിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഇവിടെ നമുക്ക് പൂർണ്ണാന്തര പ്രതിഫലനം എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കുള്ള പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോണാണ് ക്രിട്ടിക്കൽ കോണ്. അതായത് ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോണ് 42 ഇതാണ്. അതായത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന രശ്മി ഇവിടെ 90. 90 ആകുന്ന കേസിൽ അപവർത്തന കോണ് 90 ആകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പതനകോണാണ് ക്രിട്ടിക്കൽ കോൺ. ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42. എന്താണ്? പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കുള്ള പ്രകാശരശ്മി കടക്കുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കുള്ള പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതനകോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോണായിട്ട് പറയുന്നത്. ഇവിടെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായത്, അതായത് പതനകോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായത്. ഇവിടെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 43 അല്ലേ? അത് പതനകോണിനേക്കാൾ കൂടുതലാണ്, അതായത് 43. അപ്പം അവിടെ എന്താണ്? ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിൽ നിന്ന് പൂർണ്ണമായും പ്രതിഫലിച്ച് ഇങ്ങോട്ട് പോവല്ലേ? അതിനെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോണ് ക്രിട്ടിക്കൽ കോണിലേക്കാൾ കൂടുതലാണ്. അവിടെ 43. അപ്പം എന്താണ് ചെയ്യുന്നത്? ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഇവിടെ അപവർത്തനം നടക്കുന്നില്ലല്ലോ, ഇവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. അതായത് പതനകോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ വന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. പതനകോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെയാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പൂർണ്ണാന്തര പ്രതിഫലനത്തിന് എക്സാമ്പിളാണ് ഇത്. കാരണം 40 പതനകോണ് 51. പതനകോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണ്, 51. അപ്പം അവിടെ നടക്കുന്നത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഇവിടെ വായു ജലത്തിന്റെ ജോഡിയിൽ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 48.6. ഇവയ്ക്കുമാണ് ജലം വായു ജോഡി ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണ് 48.6. അതുപോലെ ഗ്ലാസ് വായു ജോഡിയിൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയായിരുന്നു? 42. ഇവിടെ വായു ജലം പൊടിയിൽ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 48.6. ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 48.6.
ഇവിടെ പതനകോണ് 48.6 കൂടുതൽ വരണം. എങ്കിലേ അവിടെ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കത്തുള്ളൂ. വായു ജലം ജോഡിയിലാണ് അങ്ങനെ വരുന്നത്. അതുപോലെ അല്ലാതെ ഗ്ലാസ് വായു ജോഡിയിൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42ആണ്. 42 വരേണ്ടത്. ഇവിടെ 44. അപ്പം എന്താണ്, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് അവിടെ അപവർത്തനം നടക്കത്തില്ല. ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണ് 42ആണ്. 42. അതുപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കാൻ ആവശ്യം വേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പ്രകാശരശ്മി സഞ്ചരിക്കുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം. അതുപോലെ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ ആയിരിക്കണം. പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയും ചോദിക്കും. ഏതൊക്കെയാണ്? റിഫ്ലക്ടറുകളിലുണ്ട്, അതുപോലെ പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ അടുത്തിട്ട് ജലോപരിതലത്തിന് മുകളിലായി കാണാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഒന്നുകൂടെ പറയാം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 സന്ദർഭത്തിലെ പതനകോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അപവർത്തന കോണ് 90 കേസിൽ, അപവർത്തന കോണ് 90 സന്ദർഭത്തിലെ പതനകോണാണ് ക്രിട്ടിക്കൽ കോണ്. ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42ആണ്. അതുപോലെ ഏതാണ്, ജലം വായു ജോഡിയിൽ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണ് 48.6ആണ്. PYQ ആണ്. 48.6ആണ് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണ്, ജലം വായു ജോഡിയിൽ. അതുപോലെ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. അപ്പം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പെടാത്തത് വിസരണമാണ്. താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം, സംവഹനം, വികിരണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഇമ്പോർട്ടൻ്റ് ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഇമ്പോർട്ടൻ്റ് ആണ്. തന്മാത്രകളിലെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. അടുത്തത്, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം, അതും സംവഹനമാണ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനം മൂലമാണ്. അടുത്തത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്. റിപ്പീറ്റഡ് PYQ ആണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് വികിരണം വഴിയാണ്. വികിരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാധ്യമത്തിന്റെ സഹായമില്ലാതെയും താപം പ്രേഷണം ചെയ്യുന്ന വികിരണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് താപം നിത്യജീവിതത്തിൽ. നമുക്ക് നോക്കാം. നമുക്കറിയാം, ജലത്തിന്റെ 3 അവസ്ഥകളാണ്: ഖരം, ദ്രാവകം, വാതകം. ജലത്തിന്റെ ഖരരൂപമാണ് ഐസ്. അതുപോലെ വാതക രൂപമാണ് നീരാവി. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജ്ജം സ്വീകരിക്കുന്നു. ഐസ് ഉരുകുന്നത് നമുക്കറിയാമല്ലോ. താപം ചെല്ലുമ്പോൾ ഐസ് ഉരുകും. അതാണ്. ഇനി നമുക്ക് താപപ്രേഷണം എന്താന്ന് നോക്കാം. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് താപപ്രേഷണം? താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം. താപപ്രേഷണം ഖരവസ്തുക്കളെ
ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാലനം എന്ന് പറയുന്നത് ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനം വഴിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെയാണ് ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്ററ്റത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത്. അതും നോട്ട് ചെയ്ത് വെക്കണം. സ്ഥാനമാറ്റം ഇല്ലാതെയാണ്, ചാലനത്തിലെ സ്ഥാനമാറ്റം ഇല്ലാതെയാണ് താപപ്രേഷണം നടക്കുന്നത്. ഖരവസ്തുക്കളിലാണ് ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ. സുചാലകങ്ങൾക്ക് എക്സാമ്പിളാണ് അലുമിനിയം, ചെമ്പ്, ഇരുമ്പ് ഒക്കെ. അതുപോലെ താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. അതായത് മരക്കഷ്ണം, ഗ്ലാസ് റോഡ്, പേപ്പറൊക്കെയാണ് കുചാലകങ്ങൾക്ക് എക്സാമ്പിൾ. നമുക്ക് ഇത് പഠിക്കണം. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുചാലകങ്ങൾ എന്ന് പറയുന്നത്. താപം കടത്തിവിടാത്ത വസ്തുവിനെയാണ് കുചാലകങ്ങൾ എന്നും പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ എന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്നും പറയുന്നു. അടുത്തത് താപപ്രേഷണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഇമ്പോർട്ടൻ്റ് ആണ്, സംവഹനം വഴിയാണ്. ഏതിലൊക്കെയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപപ്രേഷണം നടക്കുന്നത്? സംവഹനം വഴിയാണ്. ഖരവസ്തുക്കളിൽ ചാലനം വഴി. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിക്കണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. ഖരവസ്തുക്കളിൽ നടക്കുന്നതാണ് ചാലനം, പക്ഷെങ്കിൽ അവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. സംവഹനങ്ങളിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. സംവഹനത്തിലും സായുണ്ട്, സ്ഥാനമാറ്റത്തിലും സായുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് വെക്കുക. സംവഹനം എന്ന് പറയുന്നത് സ്ഥാനമാറ്റം മൂലം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. ഖരവസ്തുവാണെങ്കിൽ ചാലനം, അവിടെ സ്ഥാനമാറ്റം നടക്കുന്നില്ല. ഇനി അടുത്ത് നോക്കാം. അടുത്തതാണ് വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഇമ്പോർട്ടൻ്റ് ആണ്, മാധ്യമത്തിന്റെ സഹായമില്ലാതെ. സൂര്യപ്രകാശം വരുന്നത് അങ്ങനെയാണ്. എക്സാമ്പിളായിട്ട് ഓർത്തു വെക്കുക. ഇവിടെ പറയുന്നുണ്ട് സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതായ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നും. ഖരവസ്തുക്കളിലാണ് ചാലനം, അവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് സംവഹനം വരുന്നത്, അവിടെ സ്ഥാനമാറ്റം മുഖേനയാണ്. വികിരണം എന്ന് വെച്ചാൽ മാധ്യമത്തിന്റെ സഹായമില്ലാതെയാണ്. സൗരതാപം ഭൂമിയിലെത്തുന്നത് വികിരണത്തിന്റെ എക്സാമ്പിളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വികിരണം വഴി താപപ്രസരണം ചെയ്യുന്ന സന്ദർഭങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് എക്സാമ്പിളാണ്. അതുപോലെ തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതും എക്സാമ്പിളാണ്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നതും വികിരണത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും. ഏതൊക്കെയാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ചോദിച്ചിട്ടുണ്ട്, വികിരണത്തിന് എക്സാമ്പിളാണ്. അതുപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നതും വികിരണത്തിന് എക്സാമ്പിളാണ്. അടുത്തത് പറയുന്നത് ഖരവസ്തുക്കളുടെ താപീയ വികാസത്തെക്കുറിച്ചാണ്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, അതുപോലെ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കും, തണുക്കുമ്പോൾ സങ്കോചിക്കും. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ദ്രാവകങ്ങളാണെങ്കിലും ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കും, തണുക്കുമ്പോൾ സങ്കോചിക്കും. വാതകങ്ങളും ചൂടാക്കുമ്പോൾ അത് വികസിക്കും, തണുക്കുമ്പോൾ സങ്കോചിക്കും. ഏത് കേസിലാണെങ്കിലും ചൂടാക്കുമ്പോൾ വികസിക്കും, അതുപോലെ തണുക്കുമ്പോൾ സങ്കോചിക്കും. അതുപോലെ ഇവിടെ കരക്കാറ്റും കടൽക്കാറ്റും പറയുന്നുണ്ട്. ഇതിന് കാരണവും സംവഹനമാണ്. നോട്ട് ചെയ്ത് വെക്കണം, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. കരക്കാറ്റിൻ്റെയും കടൽക്കാറ്റിൻ്റെയും
അവിടെ നടക്കുന്ന താപപ്രശ്ന രീതി സംവഹനമാണ്. കടൽക്കാറ്റെന്ന് വെച്ചാൽ ജലത്തേക്കാൾ വേഗത്തിലാണ് കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയോട് തൊട്ട് മുകളിലെ വായു ചൂട് പിടിച്ച് ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തിയ കടലിന് മുകളിലുള്ള വായു തണുക്കുക. അപ്പം കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കടൽക്കാറ്റ് എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട്? പകലാണ്. കടൽക്കാറ്റ് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കടൽക്കാറ്റ് എന്നല്ലേ. അപ്പം പകൽക്കാറ്റെന്ന് നോക്കുക. പകൽ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കടൽക്കാറ്റ് പകലാണ്. കടൽക്കാറ്റ് പകൽക്കാറ്റാന്ന് ഓർത്ത് വെച്ചോ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത് കരക്കാറ്റുമാണ്. ജസ്റ്റ് നോക്കാം. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നുണ്ട്. അതിനാൽ കടലിന് മുകളിലെ വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കും. ഇത് കരക്കാറ്റിന് കാരണമാവും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രേഷണം ചെയ്യുന്ന രീതി സംവഹനമാണ്. കടൽക്കാറ്റും പകൽക്കാറ്റും താപപ്രശ്ന രീതി സംവഹനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്.